ഇപ്പൊ ഞാൻ സ്റ്റാൻഡേർഡായി, ഞാൻ സെലിബ്രിറ്റിയാണ്. ഞാൻ ഇങ്ങനെ നിൽക്കില്ല, പാട്ട് വന്ന് ഞാൻ തുള്ളും. തിയേറ്ററിൽ പോയാൽ നല്ല സീൻ വന്നാൽ കൂവും, കൈയടിക്കും, മേളാങ്കിക്കും. ഞാൻ ഇങ്ങനെ തന്നെ. പകുതി ടെൻഷൻ പോയി. ടെൻഷൻ ഒന്നും എടുക്കണ്ട. ഇത്ര ഗാംഭീര്യമായ ശരീരം ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പാവാ, കുഞ്ഞുങ്ങളുടെ മനസ്സാ. അന്ന് സാറ് അവിടെ നിന്ന് ഇറക്കി വിട്ട് സെറ്റ് ആകൂല പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഒന്നും ആവൂലേ. പക്ഷെ സാർ എന്നെ ചേർത്ത് നിർത്തിയത് കൊണ്ട് ഞാൻ എന്തൊക്കെ ആയി. എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായത്. അന്ന് ഓർത്തിട്ട് എന്റെ പൊന്നോ എന്റെ കെട്ടിയോ കൊള്ളൂല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലൈഫുമായിട്ട് കടന്നു പോയത് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും എന്റെ അമ്മച്ചീനെ ഈ ലോകത്തില് ആരാണ് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ എന്റെ അമ്മയാ. അമ്മയുടെ അപ്പുറത്തോട്ട് ആരുമില്ല. എന്നിട്ട് അമ്മേനെ വിഷമിച്ചിട്ട് തന്തയില്ലാത്തവൾ ആ വിളിയൊക്കെ ഭയങ്കര ഫീലിംഗ് ഇല്ല. അങ്ങനെ അനുഭവിച്ചവർക്ക് മനസ്സിലാകും. അങ്ങനെയൊക്കെ വിളിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് എനിക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജിജി മാഡം അവരുടെ ഹസ്ബൻഡും വൈഫുമാണ്. അപ്പോൾ മാഡം വിളിച്ചിട്ട് പറഞ്ഞു, സുധിമോക്ക് ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ടിട്ടാണേലും പൈസ ഒന്നുമില്ല എങ്കിലും നമ്മൾ കളക്ട് ചെയ്തിട്ട് സുധിമോക്കെ പെര വെച്ച് തരാമെന്ന് വാക്ക് പറഞ്ഞു. എൻ്റെ ലൈഫ് അവസാനിച്ചു, ഇനി ഒന്നും ഇല്ല എന്ന് പറയുന്ന കുറേ മൊമെന്റ്സ് ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും. അവരുടെ മനസ്സിലോട് ചേച്ചിക്ക് എന്താ പറയുന്നത്? എനിക്ക് അവരോട് പറയാനുള്ളത് വേറെ ഒത്തിരി ഒന്നുമില്ല. നമ്മൾക്ക് ഒന്നുമില്ല. ഇപ്പം എനിക്ക് 8ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ജീവൻ തീർന്നു എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് വേണം അവർ സ്റ്റാർട്ട് ചെയ്യാൻ ജീവിതം. എനിക്ക് മിണ്ടായിരുന്നൊരു പ്രശ്നമുണ്ട്. വായിന്റെ ഉള്ളും നാക്കും ഒക്കെ നീര് പറ്റില്ല. ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ടു സിനിമ കമ്പനി. അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളത് സുധിമോളാണ്. യെസ്, പേര് പറയാൻ തന്നെ എല്ലാ മലയാള പ്രേക്ഷകർ എല്ലാവർക്കും അറിയാം. സോ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ. സോ നമസ്കാരം. സുഖാണോ? സുഖമായിട്ടിരിക്കും. ചായ ഉണ്ട്. സൂപ്പറാ. നമ്മുടെ നാട്ടിൽ ചായയല്ലേ ചേച്ചി? ഞാൻ ഈ പ്രോഗ്രാം ഞാൻ നോർമൽ കാണാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ എനർജിയൊക്കെ ആ ഒരു പ്രോഗ്രാം കട്ട് ആക്ഷൻ ലെവലിൽ പെട്ടതാണ്. അതിന് ശേഷം പിന്നെ ഭയങ്കര സൈലന്റ് ആയിരിക്കും, ഇത്ര എനർജി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചേ. പക്ഷെ ഞാൻ വന്നപ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ എനർജി ഇതെവിടെ നിന്നാണ്? എനർജി കുറച്ച് പഴങ്കഞ്ഞ കുടിക്കട ഡെയിലി. ഈ ബർഗർ സാധനം മാത്രം തിന്നാ പോരാ, കുറച്ച് കപ്പ വേവിച്ചതും ചക്ക വേവിച്ചതും മന്തി കപ്പ ബിരിയാണിയൊക്കെ തിന്നണം, നല്ല എനർജി കിട്ടും. അപ്പൊ കപ്പ ബിരിയാണി മെയിൻ. കൊച്ചുനാളിൽ കപ്പ ബിരിയാണി ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ നന്നായിട്ട് കപ്പ ബിരിയാണി തിന്നുന്നുണ്ട്. അന്ന് കിട്ടാത്തല്ല ഇപ്പൊ ഞാൻ നന്നായിട്ട് തിന്നുന്നുണ്ട്. എനിക്ക് എന്തൊക്കെ മിസ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ചെറുപ്പത്തില്, അല്ലെങ്കിൽ ഒരു നോർമൽ ജീവിതത്തിലോട്ട് വരുന്നത് വരെ എത്രയോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അതൊക്കെ ഇപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, കാണുന്നുണ്ട്. അതൊക്കെയാണോ എനർജിയുടെ രഹസ്യം? തീർച്ചയായിട്ടും. ഓക്കെ. ഞാൻ ഒന്നുമില്ലായ്മ ഞാൻ ഇങ്ങനെ തന്നെയാ. എന്നതിനാണ് ഈ പിടിച്ചു വെക്കുന്നത്? നമുക്കോ വരുന്ന ഹാപ്പിനെസ്, സന്തോഷം, എന്ത് ഫീലിങ്സ് ആണെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കണം. എന്തിനു പിടിച്ചു വെച്ചിട്ട് എന്നെ കിട്ടാന്? ഉള്ള ജീവൻ തകർത്ത് വാരി ജീവിക്കുക. ആരും പറയണം ഓ സുധിയാ, ഓ കൊള്ളാം, അങ്ങനെ പറയിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഉത്സവപ്പറമ്പിൽ പോയി തുള്ളും. കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂ ഇയറിന് ചങ്ങനാശ്ശേരി പോയി. ഞാൻ മദ്യം കഴിച്ചിട്ട് കള്ളുകുടിമാരും തുള്ളുമ്പോൾ തുള്ളി. എന്റെ കെട്ടിയോ മാറി നിന്ന്, ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും പറഞ്ഞു. ചേച്ചി, ഞാന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചാടായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും വിചാരിച്ചു. പക്ഷെ വന്നപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലൊരു ചേച്ചിയെ പോലുള്ള ഒരു ഫീലാണ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എന്നൊക്കെ പറയുന്നില്ലേ. സോ പകുതി ടെൻഷൻ പോയി. ടെൻഷൻ ഒന്നും എടുക്കണ്ട. ഇത്ര ഗാംഭീര്യമായ ശരീരം ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പാവാ, കുഞ്ഞുങ്ങളുടെ മനസ്സാ. നിനക്ക് എന്ത് വേണം ചോദിക്കാം. സെറ്റ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം വളരെ സീരിയസ് ആണേ. ഫ്രീ ആയിട്ട് ചേച്ചി. ഞാൻ ഫ്രീയാ. ജീവിതത്തില് കൊറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണല്ലോ വന്നേ അല്ലെ? ഇത് കേട്ടിട്ട് മടുത്തിട്ടുണ്ടാവോ? ഇത് കേട്ടിട്ട് മടുത്തോ? ഇല്ലടോ, പറഞ്ഞോ. ഓക്കെ. അപ്പൊ ജീവിതത്തിൽ കൊറേ പ്രതിസന്ധികൾ നേരിട്ടാണ്. സോ അതിനുശേഷം ഇപ്പോൾ ഭയങ്കര സെലിബ്രിറ്റി ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു മാറ്റം ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? ആ മാറ്റം ഭയങ്കരമായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകുമായിരിക്കും പെട്ടെന്ന്. കൂടുതലും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് പറയും, എന്നെ പോലെ കഷ്ടപ്പാടി കിടക്കുന്ന ആൾക്കാരാണ് ഞാനുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആകുന്നത്. നമ്മൾ പറയുന്ന ഫീലിങ്സ് എന്നാന്ന് അവർക്ക് മനസ്സിലാകും. ചിലർക്കത് മനസ്സിലാകത്തില്ല. അത് ചിലർ കുറ്റം പറയും. അത് അവർക്ക് നമ്മൾ വന്ന വഴി എന്താണെന്ന് അറിയില്ല. ഒരു എമ്പതി. ആ സാധനം അതാണ് തന്നെയാണ്. പിന്നെ മാറ്റം എന്നാണ്, അന്ന് ഒത്തിരി കഷ്ടപ്പെട്ടടുത്തുനിന്ന് ഒത്തിരി ഞാൻ തന്തയില്ലാതെ വളരുക, തന്തയില്ലാത്തവൾ ആ വിളിയൊക്കെ ഭയങ്കര ഫീലിംഗ് ഇല്ല. അങ്ങനെ അനുഭവിച്ചവർക്ക് മനസ്സിലാകും. അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ വന്നൊരു ചേട്ടാടെ വീട്ടിൽ വന്നിട്ടാണ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കിടന്ന്.
ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയാണേലും എന്താണെങ്കിലും ഞാൻ മാനസികമായിട്ട് ഒത്തിരി പ്രഷറിൽ കൂടെ പോയിട്ടുണ്ട്. ആ സമയത്ത് ആരും ഇല്ല എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, സ്വന്തക്കാരില്ല, ബന്ധക്കാരില്ല, ആരുമില്ല. ഒരു മോനെ നീ സെറ്റാണോ, നീ ഓക്കെ ആണോ ചോദിക്കാൻ എനിക്ക് ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്കൊരു വിഷമമാണെന്ന് ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ്, ഞാനൊരു വിഷമിച്ച ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ എൻ്റെ മെസ്സഞ്ചർ മൊത്തം എന്താ പറ്റി സൂചിച്ചേച്ചി, എന്താണ് മോളെ, എന്നാണ് മോനെ, ഞങ്ങളില്ലടാ നിൻ്റെ കൂടെ എന്ന് പറയാൻ എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. വ്യത്യാസമല്ല അത്. ഒത്തിരി അമ്മമാര് ഏറ്റവും കൂടുതൽ എന്നെ, എനിക്ക് അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അറിയത്തില്ല, അച്ഛനുമായിട്ടുള്ള കണക്ഷൻ എന്നാണ്, ഫീലിങ്സ് എന്നാന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് അമ്മയായിരുന്നു, എൻ്റെ ലോകം അമ്മയാണ്. അപ്പൊ അമ്മമാരോട് ഭയങ്കര ഇഷ്ടവും കെയറിങ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മമാരാണ്, അതെനിക്കറിയാം. ഓരോ സ്ഥലത്തൊക്കെ പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും അമ്മമാർ ഓടി വന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് സ്വന്തം മക്കളെ സ്നേഹിക്കുമ്പോൾ ചേർത്ത് പിടിക്കും. ഇപ്പം ഞാൻ സമിതി കളിക്കുന്നുണ്ട്, സ്റ്റേജ് ഷോ. അവിടെയൊക്കെ ചെല്ലുമ്പോഴാണ് എനിക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്ന അമ്മമാരുണ്ട്. നല്ല ഡ്രസ്സ്, മാല, കമ്മല്, അങ്ങനെ നല്ല നല്ല സാധനം ഗിഫ്റ്റ് തരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എനിക്ക്. ചേച്ചി ആ ടൈമിൽ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നില്ല, എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആവണം, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ നടക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രക്ഷപ്പെടും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ തന്നെ അങ്ങനെ പോകുന്നു വിചാരിച്ചു. പിന്നെ എല്ലാവരുടെ മുന്നിൽ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിട്ട് വീട്ടിൽ ചോറും കറിയും മാത്രം വെച്ച് മക്കളെ നോക്കിയിരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അവിടെയും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം തന്നെ, ചേട്ടയുടെ ഒപ്പം തന്നെ എല്ലാ പണിക്കും പോയി. ഞാൻ തെങ്ങ് കയറുന്ന ഒരു വ്യക്തിയായിരുന്നു, അതെല്ലാവർക്കും അറിയാം, ഒന്നും പറയേണ്ട ആവശ്യമില്ല. തെങ്ങ് നല്ല മസ്കോറ, നീ ഇടിച്ചു നോക്കുന്നു, ഇടിച്ചിടിഞ്ഞ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരാളാണ്. പൊറോട്ട കമ്പനി പോകും, ഹോട്ടലിൽ പാത്രം കഴുകാൻ പോയിട്ടുണ്ട്, വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, പുല്ല് വെട്ടാൻ പോയിട്ടുണ്ട്. കുഞ്ഞുനാളുള്ള സംഭവമാണ്. കുഞ്ഞു മീൻസ് ഒരു ഞാൻ ചെറുപ്പം മുതൽ പണിക്ക് പോകുന്നത്. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ അഹങ്കാരമൊന്നും എനിക്കില്ല, ഇല്ലില്ല, എൻ്റെ അഹങ്കാരമൊന്നും എന്നും ഒരാടത്തും കാണിച്ചിട്ടില്ല. അപ്പൊ ആ അന്ന് മുതൽ പഠിത്തം നിർത്തിയ പിറ്റേ വർഷം മുതൽ ഒരു വർഷം വീട്ടിൽ നമ്മളെ കൂടെ ഇരുന്നു. അതുപോലെ പണിക്കിറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പണിക്ക് പോകും, കാശുണ്ടാക്കണമെന്നോ രക്ഷപ്പെടണമെന്ന് ഉള്ളിലുണ്ടെങ്കിലും ഈ ലെവലിലോട്ട് രക്ഷപ്പെടുന്നു സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു കലാവാസന എന്റെ അകത്തുണ്ടെന്ന് പോലും എനിക്കറിഞ്ഞൂടായിരുന്നു. കുഞ്ഞുനാൾ സ്കൂളിലൊക്കെ കലോത്സവം അങ്ങനെ കാര്യങ്ങളൊന്നും പങ്കെടുത്തിട്ടില്ല. ഡാൻസ് ഒക്കെ കളിക്കുക, ഇങ്ങനെ നമ്മൾക്കിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊന്നും ആരും ഇല്ലല്ലോ. അമ്മച്ചി വല്ല വീട്ടുപണിക്കോ അല്ലെങ്കിൽ വല്ല വാക്കറ് വെറുക്കാനൊക്കെ പോയാലേ നമ്മളെ വളർത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളില്ലല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അറിയാതെ പോയത്. പിന്നെ തമ്പുരാൻ വരച്ചു തന്നു തലയിൽ. പിന്നെ എങ്ങനെയാ പറ്റി മഴവിൽ മനോരമയ്ക്കുള്ളൊരു എൻട്രി എന്ന് വെച്ചാൽ ഞാൻ എല്ലാരും അവിടെ ഓരോ വീഡിയോ ഒക്കെ അയച്ചിട്ട് ആഗ്രഹിച്ച് വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച് വരുന്നവരൊക്കെയാണ്. ഞാൻ അങ്ങനെ വന്ന ഒരാളൊന്നുമല്ല. ഞാൻ പല ഇന്റർവ്യൂലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരാളല്ല. നമ്മുടെ നാട്ടില് ഒരു ഓഡിഷൻ പണ്ടൊക്കെ ഉണ്ട്, പിന്നെ ഈ ഒരു ചിരി ഇരിച്ചിരി ബമ്പർശ്ശേരിയെ പറ്റി അറിയാനായിട്ട് റിവ്യൂ പോലെയൊക്കെ വരുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു കാർത്തിക് സൂര്യ ഞങ്ങളെ റിവ്യൂ പോലെ ചോദിക്കാനൊക്കെ വന്നതാണ്. അപ്പൊ ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുക. എന്റെ 3ാമത്തെ കുഞ്ഞുണ്ടായിട്ട് കൈക്കുഞ്ഞ അവളോട് തൊഴിലുറപ്പിനൊക്കെ പോകും. എന്നിട്ട് ഞാൻ മണിക്ക് പോകുമായിരുന്നു. അല്ലാതെ ഞാൻ അങ്ങനെ വീട്ടിൽ ഇരുന്ന ഒരാളല്ല. സുണ്ടപ്പനാണ് ഞാൻ മണിക്ക് പോകുമായിരുന്നു. അപ്പൊ അവിടെ വെച്ച് എല്ലാവരും പറഞ്ഞു, സുധിമോളെ നിനക്ക് സംസാരിക്കാനുള്ള കഴിവില്ലേ, സ്റ്റാൻഡപ്പ് പറയാടി കൊച്ചേ, വന്ന് നോക്ക്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പേടിയാ. അപ്പൊ ഞാൻ അവിടെ നിന്ന് അവരോട് സംസാരിക്കുന്നത് കേട്ടിട്ട് അവർക്ക് മനസ്സിലായി. അവര് എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, സുധിമോ പേരെന്താണ്, സുധിമോ കൊച്ചിന് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ, ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ പൊന്നെ എനിക്ക് പേടി, ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഫോണില്ല. അപ്പൊ അവിടെ തൊഴിലുറപ്പുള്ള ചേച്ചിയുടെ ഫോൺ മേടിച്ചിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് അവരെന്നെ കണ്ടിന്യൂസ് വിളിച്ചു, ഒരു വീഡിയോ അയക്കുമ്പോളെ നല്ല കഴിവുണ്ട്, നിനക്ക് കഴിവുണ്ട്. അപ്പൊ ഞങ്ങൾ ഇസാബൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇസാബിൽ ലോൺ എടുക്കും. ഇസാബ്, മുത്തൂറ്റ്, മറ്റേത് മറിച്ച് കുറെ ലോണുകളൊക്കെ ഉണ്ടല്ലോ, അടവ് വരുമല്ലോ. അപ്പൊ അത് നമ്മൾ വേറൊരു ദുരുപയോഗം ചെയ്തതല്ല, പൈസ എടുത്തിട്ട് ലോൺ അടക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ ബമ്പർശ്ശേരി പോകുന്നത്. അവിടെ സ്പോട്ടിൽ പൈസ തരുമല്ലേ, ടി വി കാണുമ്പോൾ നമുക്ക് സ്പോട്ടിൽ പൈസ കയ്യിൽ അടിച്ചു തരുവാ. അപ്പൊ ചേട്ടനോട് എടി നമുക്ക് ഈ മാസം ലോൺ അടക്കണ്ടേ, എനിക്ക് പണിയും കുറവല്ലേ, നിനക്കും പണി കുറവാ, അവിടെ 2 കറ അടിച്ചാൽ മതിയടി, പോയി പൈസ കിട്ടും. ഞാൻ സത്യം പറയാം, എൻ്റെ അമ്മച്ചിയാണ് നേര്, കുഞ്ഞുങ്ങളാണ് സത്യം. ഞാൻ ഒരു 5000 രൂപ മാത്രം പ്രതീക്ഷിച്ച ഒരു വ്യക്തിയെ ബമ്പർശ്ശേരിയിൽ. അവിടെ ചെന്ന് സാറിൻ്റെ മുന്നിൽ ചെന്ന്, രഞ്ജിത്ത് കീഴൂരാണ്, സാറിൻ്റെ മുന്നിൽ സാറിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു സ്റ്റാൻഡപ്പ് പറയാൻ പറഞ്ഞു. സ്റ്റാൻഡപ്പ് എന്നാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്നെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ സാർ, സ്റ്റാൻഡപ്പ് എന്നെ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും കോമഡി രസകരമായ കാര്യങ്ങളൊക്കെ കൂടെ പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ കഥ പറഞ്ഞു. അപ്പോൾ സാറ് ഭയങ്കര ഫീലായി. പിന്നെ തെണ്ടി വളർന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതിനകത്ത് പറഞ്ഞ ഒരുമിത കോമഡികളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് എഴുന്നേറ്റ് നിന്നിട്ടാണ് യുവ സെലക്ട് എന്നിട്ട് അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ സാറിനെ എൻ്റെ ജീവിതം മാറ്റി കേട്ടോ. അന്ന് സാർ അവിടെ നിന്ന് ഇറക്കി വിട്ട് അത് സെറ്റ് ആകൂലെന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഒന്നും ആവൂലായിരുന്നു. പക്ഷെ സാർ എന്നെ ചേർത്ത് നിർത്തിയത് കൊണ്ട് ഞാൻ എന്തിനൊക്കെ ആയി. ഫസ്റ്റ് ബമ്പറായിരുന്നു എനിക്ക്. ഭയങ്കര. അപ്പൊ ആദ്യത്തെ ബമ്പർ അടിച്ചിട്ടുള്ള എമൗണ്ട് ലോൺ അടച്ചേ?
അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. ലോണ് ആദ്യം ഫസ്റ്റ് എന്റെ മക്കൾ 2 ഉടുപ്പ് മേടിച്ചു കേട്ടോ. ഫസ്റ്റ് ഉടുപ്പാണ്. ഫസ്റ്റ് എന്റെ മക്കൾക്ക് ഉടുപ്പ് മേടിച്ചു, ചെരുപ്പ് മേടിച്ചു. ചേട്ടനൊന്നും മേടിച്ചില്ല? ചേട്ടൻ ഷർട്ട് എടുത്തു, എനിക്കൊരു ചുരിദാർ എടുത്തു. ഡ്രസ്സാ ഫസ്റ്റ് എടുത്തു. പിന്നെ മൊബൈൽ എടുത്തു, ഞങ്ങൾക്ക് മൊബൈൽ ഇല്ലായിരുന്നു. ശരി. അങ്ങനെ. എന്നാലും ചേച്ചി ഒരു ഫാമിലി ഇതേപോലെ തൊഴിലുറപ്പിന് പോകുന്നു, അങ്ങനെയൊക്കെ ഒരു 4 ചുവന്റെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു ചേച്ചി ഇത്രയും ആൾക്കാർ മുമ്പത്തെ, അതും ജഡ്ജ് ഇത്രയും ആക്ട്രസും ആക്ട്രസിനെ മുമ്പത്തിന് സംസാരിക്കുമ്പോൾ അത് കോമഡിയാണ് അല്ലെ? അപ്പൊ അത് വർക്ക്ഔട്ട് ആവുമോ, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. നമ്മള് ഫ്ലോറിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ സാധനമൊക്കെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ടെൻഷന്, വേറ, ചങ്കലപ്പ്, ബാത്റൂമിൽ പോകുന്ന പോലെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോ നമ്മള് മഞ്ജു ചേച്ചി ഇല്ലേ, മഞ്ജു ചേച്ചി സപ്പോർട്ട് ഉണ്ടല്ലോ, ഭയങ്കരമായിരുന്നു. പിന്നെ നസീർക്കൊക്കെ 2 നസീർക്കന്മാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ ഭയങ്കര ചിരിച്ച് സംസാരിച്ചപ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി സ്റ്റേജിൽ അങ്ങനെ നിൽക്കുന്നതെന്ന് മറന്നുപോയി. സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുക എന്നുള്ള കാര്യം മറന്നുപോയി. ഞാൻ അവരോട് സംസാരിച്ചു വെറുതെ. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചില സമയത്തൊക്കെ ചെയ്യണ സമയത്ത് ചിലപ്പോ വർക്ക്ഔട്ട് ആവില്ല, അങ്ങനെ ചിരി വരില്ല. അപ്പൊ ചേച്ചി ചെയ്യുന്ന ഒരു എന്തെങ്കിലും ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടാവും? ചിരി വരാതെയല്ല, ചിലപ്പോ ഞാൻ പറഞ്ഞ സാധനം എന്നാ. പിന്നെ എല്ലാരും സ്റ്റാൻഡപ്പ് പറഞ്ഞ അങ്ങനെ അറിയാമോ, പേപ്പറിലൊക്കെ എഴുതി വെക്കും കൗണ്ടറുകൾ, എന്നാ പറയേണ്ട വാക്കുകളൊക്കെ എഴുതി വെക്കും. എന്നിട്ട് പഠിച്ചിട്ട് പറയും. എനിക്കത് വരില്ല. സ്പോട്ടിൽ എന്താണ് പറയുന്നത് അതാ എന്റെ എനിക്കതാ പറ്റത്തുള്ളൂ. ദൈവം തന്നെ തരും. ഇന്നുവരെ എനിക്ക് ഞാൻ പറഞ്ഞേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചേച്ചിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ എങ്ങനെ വിക്കി പോയാ ഞാൻ അവരോട് പറയും, നിങ്ങളപ്പോ വിചാരിക്കും എനിക്ക് തെറ്റിപ്പോയതാണ്, അല്ല നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യുന്ന ഞാൻ എന്ന് പറയും. അങ്ങനെ അടിച്ച് കയറും. അപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിക്കും, ഇന്നതിവിടെ ഇതാണ് ഇവിടെ, അതൊക്കെ ഞാൻ കയറും. ചേച്ചി ഇത്രയും വീഡിയോസ് ചെയ്തതില് ചേച്ചി കാണുമല്ലോ അല്ലെ, ചേച്ചി തന്നെ ചിരിച്ച വീഡിയോ ഏതെങ്കിലും ഉണ്ടോ? ഞാൻ ചിരിച്ച വീഡിയോ വേറെ ഉണ്ട്, അത് വഴിയെ പറയാം. ചേച്ചി ചിരിച്ച വീഡിയോ പറയാം. ഞാൻ ചിരിച്ച വീഡിയോ സ്വന്തം വീഡിയോ കണ്ടിട്ട് പണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ വന്നതിന് ശേഷമേ, നമ്മളിപ്പോ ആദ്യമായിട്ട് ചേട്ടായുടെ കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എവിടെ കിടക്കുന്നവരോട് ഇത് വരുമല്ലോ, എവിടെ കിടക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ നിന്നു, ചേട്ടായി പോയി അപ്പുറത്തെ മുറി കിടന്നു. അപ്പൊ 1.5 വർഷം അച്ഛൻ്റെ അമ്മ കട്ടിന് താഴെ പാവിരിച്ച കിടന്നു അച്ഛൻ. നമ്മളൊരു ആവശ്യങ്ങൾക്കൊക്കെ പോവല്ലോ, കല്യാണം അങ്ങനെ പുറത്തൊക്കെ പോവല്ലോ, അപ്പൊ എല്ലാവരും കൂടെയാണല്ലോ പോണേ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ചേട്ടായോട് ചോദിക്കും, രതീഷ നീ ഇത്ര വർഷമായിട്ട് നിനക്ക് മക്കളൊന്നും ഉണ്ടായില്ലടാ എന്നൊക്കെ ചോദിക്കും. ചോദിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇല്ലടാ മക്കളൊന്നും ഉണ്ടായില്ല. എടാ വല്ല കുടുംബമ്പലത്തിലൊക്കെ പോയൊരു നേർച്ച വഴിപാടൊക്കെ കഴിക്കാൻ മേലായിരുന്നോ, ഉരുളിയൊക്കെ കമത്തുവോ, തൊട്ടിലാട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, മണികെട്ടുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കെട്ടി നോക്കണം, ചിലപ്പോ ഉണ്ടാകുമായിരിക്കും. അപ്പൊ ചിന്തിക്കണം, ഞാൻ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്നത്, ഈ പുള്ളി അപ്പുറത്തെ മുറിയില്ല, അവിടെ കിടന്നോണ്ട് തൊട്ടിലാട്ടാൻ പോവല്ല ഞായറാഴ്ച പുള്ളി. അതെനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ റീൽസ് ആയിട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു, ദൈവം. പക്ഷെ അത് നോർമലി പറഞ്ഞു പോയതാ, അല്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അല്ല ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരു സീരിയസ് പറയാണെന്നുണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ സമയത്ത് മാനസികമായിട്ട് നീ ചേട്ടന് ചേച്ചിയോട് എന്തെങ്കിലും അകൽച്ചുണ്ടായിരുന്നോ, എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ചിലപ്പം ഇപ്പൊ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങനെ അല്ലല്ലോ, ഒരു മാനസികമായ അടുപ്പം ആദ്യം വേണല്ലോ. അത് അകൽച്ചയല്ല, ഞാൻ അതിനെ കാണുന്നത് അകൽച്ചയായിട്ടല്ല ഞാൻ കാണുന്നത്. ചിലപ്പം ചേട്ടായിക്ക് ഞാനും വേണം അച്ഛനും അമ്മയും വേണം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാവും, എനിക്ക് എന്റെ പെണ്ണുമ്പോൾ കിടക്കണം എന്ന് പറയാൻ ഒരു മടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പം ചേച്ചിയുടെ വിഷമം ആ സമയത്തൊക്കെ ഭയങ്കര ഒരു കാരണമില്ലാതെ നമ്മൾ അകലിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് വേറെയാ. പിന്നെ അത് ചിന്തിക്കണം, മൂളാനുള്ള പ്രായമല്ലല്ലോ. 18 വയസ്സും കൊണ്ട് 16 ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇന്നാളെ കേസ് കൊടുക്കും ആൾക്കാര്, അത്രേ ഉള്ളൂ. നമുക്ക് അതിനെപ്പറ്റി അങ്ങനെ ഐതിഹ്യമായിട്ട് ചിന്തിച്ചു പോകാനുള്ള മൂളയില്ല. ഇതൊക്കെ മറ്റേ കോമഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏതാ ഈ ഒരു ആഘോഷമൊക്കെ പറഞ്ഞു വേറെ രീതിയിൽ എന്റെ ജീവിതം എല്ലാം ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യം പറയാൻ എല്ലാം ചിരിയായിട്ടാണ് തോന്നിയിട്ടുണ്ട്. ഇത് ചിരിച്ചോണ്ട് സംസാരിക്കുന്ന ഒരാളാ. ഇപ്പോഴാണ് സ്കിറ്റ് കളിക്കുമ്പോഴാണേലും സീരിയസ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് അതിന്റെ ഓട്ടോമാറ്റിക് ചിരി വരും. എല്ലാ സ്കിറ്റിലും സാറോ സിനിമ എന്തിനു ചിരിക്കുന്നത്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ, എനിക്ക് ചിരിച്ചു വയ്ക്കാൻ പറ്റില്ല. എനിക്ക് ചിരിച്ചോണ്ട് എത്ര വിഷമാണ് ചിരിച്ചോണ്ട് പറയാൻ അറിയുള്ളൂ. എനിക്ക് അങ്ങനെ. ചേച്ചി ഭയങ്കര ടോക്റ്റീവ് ആണ്, ചേട്ടൻ അത് നേരെ ഓപ്പോസിറ്റ് ആണ്, ഭയങ്കര സൈലന്റ് ആ. എങ്ങനെ ഇതുവരെ എങ്ങനെ എത്തി? ഞാൻ കഷ്ടപ്പെടുക, എനിക്ക് മിണ്ടാൻ ആളില്ല. എനിക്ക് ഒത്തിരി സംസാരിക്കണം. ചേട്ടാ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ വിളിക്കും, ഉറങ്ങുന്ന എന്താ ഒന്ന് മിണ്ടാതിരിക്കുക സുധി, നീ മിണ്ടാതെ, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. എനിക്ക് മിണ്ടാൻ പ്രശ്നമുണ്ട്, വായിന്റെ ഉള്ളും നാക്കും ഒക്കെ നീര് വെക്കും.
എനിക്ക് ഉണ്ടായിരിക്കാൻ പറ്റില്ല. ആണല്ലേ? എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കോ? ആ, എനിക്ക് സംസാരിക്കണം. ശരി. സംസാരിക്കുന്ന ഒരു വികാരമാണ് എനിക്ക്. വികാരാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നത്. ജിജി അതിന്റെ ഇടയിൽ സിനിമ അഭിനയിച്ചല്ലോ, ആ, രണ്ടെണ്ണം, ഒരെണ്ണം തഗ് അല്ലേ? അതിന്റെ ഒരു എക്സ്പീരിയൻസ്. അതിന്റെ എക്സ്പീരിയൻസ് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ കൺട്രോൾ പോയി. എന്റെ ടെൻഷനായോ? ടെൻഷൻ. സിനിമയല്ലേ, വലിയ തിയേറ്ററിലൊക്കെ വരുന്നതല്ലേ, അപ്പൊ അതിന്റെ ടെൻഷൻ എനിക്ക് ഭയങ്കര. എന്നെ വിളിച്ചപ്പോ ഞാൻ ആ വിളിച്ച ആളടുത്ത് കരഞ്ഞു. ഞാൻ എന്നെ വിളിക്കല്ലേന്നാണോ അതോ സന്തോഷം കൊണ്ട് കരഞ്ഞു. അങ്ങനെ പോയി ചെയ്തു. ഫസ്റ്റ് ഷോട്ട് ഞാനാണ്, എൻട്രി എന്റെ ആയിരുന്നു ആ പടത്തില്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ചെയ്തു എന്ന് എനിക്ക് തോന്നി, നന്നായിട്ട് ചെയ്തു. എല്ലാ കാര്യം ഫസ്റ്റ് ടൈമായി ചെയ്യുന്നത്, പക്ഷെ എന്നാലും അത് കുറെ നാൾ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ചേച്ചി ചെയ്യുന്ന പോലെ ഫീൽ. അത് ബാലിസാറും അത് പറഞ്ഞിട്ടുണ്ട്. സുചേച്ചിനെ ഒത്തിരി ടേക്ക് എടുക്കേണ്ട വന്നില്ല, പെട്ടെന്ന് തന്നെ സെറ്റ് ആയിരുന്നു. ചേച്ചി പണ്ടത്തെ ലൈഫിൽ ഒരു ശീലം ഉണ്ടാവും അല്ലെ, കുറെ ശീലങ്ങളൊക്കെ. ഇപ്പോഴും ചേച്ചി ആ ഒരു ശീലം മാറ്റാത്ത ഒരു കാര്യം എന്ത് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എന്റെ മക്കളെ വളർത്തുന്നത്, എന്റെ വീട്ടിലെ കാര്യം നോക്കുന്നത്. അതല്ല, വേറെ ചിലരൊക്കെ അങ്ങനെ ശീലങ്ങൾ ശ്രദ്ധിക്കില്ല അങ്ങനെയൊക്കെ അല്ലേ? ആ, ചിലരുണ്ട് നമുക്ക് ഷൂട്ടാണ്, എനിക്ക് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നോളൂ, എനിക്ക് ഷൂട്ട് പോകണ്ടേ, നീ ചുമ്മാ ഇതും കണ്ടോണ്ടിരുന്നാൽ മതിയോ, എന്തെങ്കിലും വെച്ച് തിന്നു, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കും, അങ്ങനെയൊന്നും ഞാൻ പറയും. മക്കളോടുള്ള സ്നേഹം അന്നും ഇന്നും എന്നും സെയിം ആണ്. ഞാൻ എന്റെ മക്കളുടെ കാര്യം നോക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കി പെറുക്കി വെച്ച് വീട്ടിലെ സർവ്വപണയും ചെയ്ത് എന്റെ എല്ലാം നോക്കി ഹസ്ബൻഡിന് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ പോകും. ഇന്നും അന്നും സെയിം ആണ്. അങ്ങനെ തന്നെ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാറ്റം വന്നത് ഏതായിരിക്കും? മാറ്റം വന്നതോ, പിന്നെ ഈ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പെയിന്റ് അടിച്ച പോലത്തെ ഒരു രൂപം എന്റെ. അല്ല, അങ്ങനെയാണ് പണ്ടത്തെ അപേക്ഷിച്ച് അതൊരു വലിയൊരു മാറ്റമാണ്. ഈ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയത് ഭയങ്കര വലിയ മാറ്റമല്ലേ. പിന്നെ നെഗറ്റീവ് വന്ന സംഭവം ഉണ്ട്. അപ്പൊ മാറ്റം ഇതാ, ഈ രൂപം മാറില്ല, ഊള സ്വഭാവം വർത്താനം കേൾക്കാതെ സംസാരിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് ഒക്കെ കളത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞത് മറ്റേ സാധനം, മറ്റേ സൂന, മറ്റേ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പൊ അവിടെ ചെറിയ ചെറിയ ഇംഗ്ലീഷ് ഒക്കെ. വേറെ സംഭവമുണ്ട്, നമ്മൾ നോർമലി സമൂഹത്തില് കുറച്ചു പേരൊക്കെ ഇല്ലാത്ത സാധനം എന്താണോ അത് കാണിക്കാൻ വേണ്ടി ആയിരിക്കും കുറച്ച് ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവുക. സ്റ്റേജ് ലൈഫില് എന്താണോ ഇല്ല അത് കോമഡി രൂപത്തിൽ ഓപ്പൺ ആയിട്ട് അങ്ങനെ പോകുന്നത്. അത് പെട്ടെന്ന് വന്നൊരു ക്യാരക്ടറാണോ അത് പഠിച്ച് കുഞ്ഞുനാളെ വിട്ടേയുള്ള ഒരു? ഞാൻ അങ്ങനെ തന്നെയാണ് നോർമലി. ഞാൻ അങ്ങനെ മക്കൾ എന്ത് വിചാരിച്ചാൽ എനിക്ക് വിഷയമൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല, അതാണ് വേണ്ടത്. ഞാൻ അങ്ങനെ തന്നെ, എന്താ വിചാരിക്കുവോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ എനിക്കിപ്പം ഒരു ഉത്സവപ്പുറത്ത് പോയി, ഇപ്പൊ ഞാൻ സ്റ്റാൻഡേർഡായി, ഞാൻ സെലിബ്രിറ്റിയാണ്, ഞാൻ ഇങ്ങനെ നിൽക്കില്ല, പാട്ട് വന്ന് ഞാൻ തുള്ളും. തിയേറ്ററിൽ പോയാൽ നല്ല സീൻ വന്നാൽ കൂവും, കൈയടിക്കും, മേളാങ്കിക്കും. ഞാൻ ഇങ്ങനെ തന്നെ, എനിക്ക് മാറ്റം ഇഷ്ടമല്ല. നമ്മളെന്താ മാറുന്നത്? നമ്മളായിട്ട് തന്നെ ഇരിക്കണം. നമുക്ക് ഹാപ്പി വന്നാൽ ചിരിക്കുക, കളിക്കുക, ഫീലിംഗ് വന്നാൽ കരയുക. ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്, എനിക്ക് മാറ്റമൊന്നുമില്ല. പോത്തുമില്ല, മാറാൻ ഞാൻ തീർന്നു, ഞാൻ മരിച്ചു എന്നെ അർത്ഥം. ഞാൻ മാറുന്നില്ല എത്ര വന്നാലും. ഇപ്പോ സിനിമയിൽ പറഞ്ഞല്ലോ ആ ഒരു ഫസ്റ്റ് ഷോട്ട് പറഞ്ഞ സപ്പോർട്ട് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട്. സിനിമ ഇറങ്ങി റിലീസായി. സോ ആ ഒരു ഫിലിം കാണാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. ഭയങ്കര ഫീലാ. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ജാടയോ അല്ലെങ്കിൽ ആ സാധനം എവിടെയെങ്കിലൊക്കെ? ഈ സാധനത്തിന്റെ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. ജാടയില്ല, ഒരിക്കലും ജാടയില്ല. ജാടയുണ്ടെന്ന് ആരും പറയൂല. ഞാൻ ഇതിലേക്ക് നടക്കുന്ന കാണണം. ശരി. പിന്നെ ഇന്നൊരു മാറ്റം വന്ന എവിടെയാണെന്നറിയാമോ? മാറ്റത്തിനെ പറ്റി മാറ്റം വന്നറിയോ? പണ്ട് ചുമ്മാ ഇങ്ങനെ അമ്മമാര് കെട്ടുമ്പോലെയൊക്കെ കെട്ടി മീൻ വെട്ടുവാണെങ്കിൽ അതവിടെ ഇട്ടേച്ചും കൈ പോലും കഴുകാതൊക്കെ ടൗണിൽ വരുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു പാൻറ് ആയിരിക്കും, വേറെ ഷോളായിരിക്കും, വേറെ ടോപ്പായിരിക്കും, അങ്ങനെ റബ്ബർ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെ വരില്ല. ഇപ്പൊ സ്റ്റാൻഡേർഡായിട്ടൊന്ന് ഒരുങ്ങി ഡീസെന്റ് ആയിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ചിരി മെനയായിട്ട് നടക്കുള്ളൂ. അതേ ഉള്ളൂ വ്യത്യാസം. ഒരു ക്ലീഷ ചോദ്യമാണേ, അതായത് കുറച്ച് വാക്കുകളൊക്കെ ഇംഗ്ലീഷൊക്കെ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യണം. ഓക്കെ, അതായത് എപ്പോഴും കേൾക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ചേച്ചി ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യുന്നു, യൂട്യൂബ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ആയിട്ട് ആരാധകർ നോക്കുന്ന നിമിഷം അല്ലെങ്കിൽ തിരിച്ചറിയുന്ന നിമിഷം ചേച്ചിയല്ലേ എന്ന് ആ സാധനം ഓർമ്മയുണ്ട്? ആരാണ്, എന്താണ്? ചിലർ നമ്മളൊന്നും ചോദിക്കത്തില്ല, അവിടെ നമ്മിങ്ങനെ സംസാരിക്കും. ഇതാണോ? അപ്പൊ ഞാൻ അങ്ങോട്ടേ ഇല്ല, ഞാൻ തന്നെ ഒത്തിരി അനുഭവം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അങ്ങോട്ട് പോകാം. അവരിങ്ങനെ സംശയിക്കും, നോക്ക് എടിയടി, അതല്ലടി നോക്കടി എന്നൊക്കെ എന്തെങ്കിലും പറയുവോ ചെയ്യോ. ഞാൻ അങ്ങോട്ട് ചെല്ലും, ഞാൻ തന്നെയാണ് കേട്ടോ, ഹായ് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലും. ഇങ്ങോട്ട് വന്നില്ല ഞാൻ അങ്ങോട്ട് പോകും. അപ്പോ ആരാധകരില് വന്ന് സ്നേഹം കാണിച്ചതില് ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുള്ള കാര്യം? സ്നേഹമല്ല,
സ്നേഹമാണ്, ഓവർ സ്നേഹം. അതെന്നാന്നറിയാവോ, ഞാൻ അർത്തുങ്കപ്പള്ളി പോയപ്പോൾ ഒരു അമ്മച്ചി എന്നെ കണ്ടിട്ട് ഓടി വന്ന് സംസാരിച്ച്. ആ അമ്മച്ചി എനിക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ വന്നത് കട്ടപ്പനയെന്ന്. അത് ഓക്കെ ഓക്കെ, അങ്ങനത്തെ അല്ലേ? ഞാൻ ബുദ്ധിമുട്ടായോ എന്ന് വിചാരിച്ചു ഞാൻ. അല്ലല്ല, ഭയങ്കരമായിട്ട് നമ്മളോട് സ്നേഹം. കട്ടപ്പനയെന്ന് അർത്തങ്കപ്പള്ളി നേർച്ച എനിക്ക് വേണ്ടി ഞാൻ രക്ഷപ്പെടണം, വീട് വെക്കണം, കുഞ്ഞുങ്ങളായിട്ട് ഞാൻ നല്ല രീതിയിൽ ജീവിക്കണം പറഞ്ഞ് വഴിപാട് കഴിച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടി കട്ടപ്പനയെന്ന് വന്നേക്കുന്നു. അതൊക്കെ ഭയങ്കര വിഷമോ, ഭയങ്കര ഫീലിംഗ്. അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളാണ്. ഒത്തിരി ചിരിക്കുമെങ്കിലും പെട്ടെന്ന് ഫീലിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ആരും വിഷമിക്കുന്നൊന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അമ്മമാര് വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ലൈഫുമായിട്ട് കടന്നു പോയത് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും എന്റെ അമ്മച്ചീനെ ഈ ലോകത്തില് ആരാണ് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ എന്റെ അമ്മയാ. അമ്മയുടെ അപ്പുറത്തോട്ട് ആരുമില്ല. അമ്മേനെ വിഷമിച്ചിട്ട് ഞാൻ ഈ മനുഷ്യന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട്. അതിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് തോന്നുന്നല്ലേ? കിട്ടിയിട്ടുണ്ട്. കാരണം അവര് നമ്മൾ പോരുമ്പോ അവരെ ഉപേക്ഷിച്ചവരാണ് നമ്മൾ പോകുന്നത്, ഒരാളുടെ കൂടെ ഇറങ്ങി പോരുന്നത്. അപ്പൊ ആ പോരുമ്പോ അവര് നൊന്ത വേദന, അവര് അത്ര കഷ്ടപ്പെട്ട് വളർത്തേ തന്നെ. അവരെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ അന്ന് മുതൽ തെണ്ടി തേടി ഓരോ ഹോട്ടലിന്റെ പുറകിൽ കളയാതെ ഫുഡ് മേടിച്ച് കഴിച്ച് വളർത്തി ഞങ്ങള് അത്ര കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവരെ വിഷമിപ്പിച്ച് ഒരു 16 വയസ്സിൽ ചിന്തിച്ചു നോക്കി. എൻ്റെ മക്കളുടെ പ്രായം, ആ മക്കളുടെ പ്രായത്തിൽ അവരെ വഞ്ചിച്ചിട്ട് ഞാൻ ഇറങ്ങി പോരുമ്പോൾ ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചാൽ എന്നാന്നറിയാമോ? ദൈവമില്ല അവിടെ. ഞാൻ സന്തോഷമായിട്ട് ജീവിച്ച ആ സമയത്ത് ഒരു വിഷമം വന്നാലാ എൻ്റെ അമ്മ അന്ന് ഞാൻ ചിന്തിക്കത്തുള്ളൂ. അമ്മയ്ക്ക് അവിടെയാണ് പ്രാധാന്യം വരുന്നത്. നമ്മളത് വിഷമിച്ചാലാണ് നമ്മൾ ചിന്തിക്കും, എൻ്റെ അമ്മേനെ അന്ന് കഷ്ടപ്പെടുത്തിട്ട് പോകുന്നതാ ഞാൻ, എന്നിട്ട് എനിക്ക് ഇങ്ങനെ ആയല്ലോ. ചിന്തിക്കാൻ വേണ്ടി തമ്പുരാൻ തന്നതാ. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ആ സമയത്തല്ലേ? ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം അമ്മയുടെ ആങ്കൊച്ചായിരുന്നു ഞാൻ. ഞാൻ ഉണ്ടായതിനു ശേഷം എല്ലാരും പറയും ഇവിടെ നാളുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്, ഇവിടെ ജന്മം ഇങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമായിരുന്നു. അപ്പൊ എന്നെ ചേർത്ത് വെച്ച എന്റെ ചേച്ചിനെ കഷ്ടപ്പെട്ട് അമ്മനെ വിഷമിച്ചിട്ട് ഇങ്ങനെ പോയപ്പോ വരണ്ടായിരുന്നോ? അല്ലെങ്കിൽ ചേച്ചി നമ്മൾ നേരത്തെ സംസാരിച്ചതിൽ ലവ് മാരേജ് ഒന്നും കാര്യമില്ലെന്നേ, അല്ലെങ്കിൽ പിന്നീട് എക്സ്പീരിയൻസിൽ മനസ്സിലായതാണോ? അതെ, എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായതാ. ലവ് അന്ന് ഓർത്തിട്ട് എന്റെ പൊന്നോ എന്റെ കെട്ടിയോ കൊള്ളൂല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിന്തിക്കും ചേച്ചി. കെട്ടുക അങ്ങനല്ല, എന്റെ കെട്ടിയോ നല്ല സൂപ്പർ സെറ്റ്, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ പ്രണയം, നമുക്ക് പ്രണയിച്ച് വന്നുള്ള പ്രശ്നം എന്നാണെന്ന് അറിയാവോ? ഞാൻ സ്റ്റാൻഡപ്പിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഈ പ്രണയിക്ക സമയത്ത് ഈ പുറകെ നിൽക്കുന്ന കൊച്ചിന് ഫീൽ അടിക്കുമെന്ന് അറിയത്തില്ല. ഒരു കൊച്ചു നിൽപ്പുണ്ട് കേട്ടോ, അതിന് ഫീൽ അടിക്കുമെന്ന് അറിയത്തില്ല. ഈ അടിവയറ്റി മഞ്ഞുതുള്ളി വീഴുന്ന ഒരു ഫീൽ ഉണ്ടാവും നമുക്ക് പ്രണയിച്ച് നടക്കുന്നത്. നീ പ്രണയിച്ചിട്ടുണ്ടോ? കെട്ടിയോ? തേച്ചു. നീ തേച്ചു. അതിന്റെ മുഖം കാണാൻ പറയാം നീ തേച്ചു. അങ്ങനെ ആ ഫീൽ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിച്ചാൽ അതൊന്നും അല്ല. ഭയങ്കര ഈ കപ്പ ഒഴുകായിട്ടൊരു ഫീലിംഗ് നമുക്ക്. പിന്നെ അതിനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല, മനസ്സിലായി? എത്ര ചിന്തിച്ചാലും നമുക്ക് എന്തും തിരിച്ചു പിടിക്കാം, എന്ത് സാധനം വേണം തിരിച്ചു പിടിക്കാം. നമ്മുടെ കല്യാണ ജീവിതം മാത്രം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. എൻ്റെ കെട്ടിയ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയാം, എൻ്റെ കെട്ടിയ നല്ലത് തന്നെയാണ്. ആ മനുഷ്യൻ നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് എൻ്റെ ഓക്കെയാണ്. ഞാൻ പറയാം, മൊത്തത്തില് നമ്മൾ ഇപ്പൊ ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലവ് മാരേജ് പ്രണയിച്ച് സെറ്റായി കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവിടെ പ്രണയം തീർന്നു. അവർ സെറ്റായി, അവരൊന്നിച്ചു. ആ ഒന്നിക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഈ പ്രണയം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രണയമില്ല. പ്രണയിച്ച് ജീവിക്കുന്നവരുണ്ട് കേട്ടോ, ഒരു 199% പ്രശ്നമാണ്. പക്ഷെ അറേഞ്ച് മാരേജ് പറഞ്ഞ എന്നെ പ്രശ്നം എന്നറിയാമോ? അവരന്നാ കാണുന്നത്, അവരന്നാ ഒരുമിക്കുന്നത്, പ്രണയം നിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒന്നുമില്ലാതെ പോട്ടറ ആൾക്കാർ പറയാലേ എന്ന് വെച്ചത്, നിങ്ങൾ ഒറ്റ കാര്യത്തില ഈ സാധനം എന്റെ തലയിൽ കെട്ടിവെച്ചത്, ഇതിന്റെ തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറയാം. ചേച്ചി എനിക്ക് അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ക്യാരക്ടർ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത്. വൈബായിരിക്കണം, രണ്ടുപേരും വൈബായിരിക്കും. ലവ് ആയതുകൊണ്ട് ഇങ്ങനെയാണെങ്കിലും അറേഞ്ച് ആയതുകൊണ്ട് ഇങ്ങനെയാണെന്നല്ലോ. അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. ഞാൻ എന്റെ ഒരു ഇതാ ഞാൻ പറഞ്ഞത്. എന്നാൽ എനിക്ക് ലവ് മാരേജിനോട് താല്പര്യം. ഇതിങ്ങനെ ഒരു ചോദ്യം ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഭയങ്കര പൊന്നെ കരളൊക്കെ പറയും, അതിന് ശേഷമുള്ള പറയും. ഇപ്പൊ വീട്ടുകാരാണ്, ഇപ്പൊ നമുക്കൊരു പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല കെട്ടിക്കൊണ്ടെടുത്തു. നിനക്കറിയാൻ പറ്റായിരുന്നു എന്നെ നേരത്തെ അറേഞ്ച് മാരേജ് പറഞ്ഞ നിനക്ക് എന്നെ അറിയാമെന്നല്ലായിരുന്നു. അങ്ങനെ ചോദ്യമൊക്കെ വരും, അത് ഭയങ്കര റിസ്കാ. ഇതൊക്കെ പറയുമ്പോ ആൾക്കാരുടെ അടുത്ത് ട്രോളും. അങ്ങനെ എന്റെ എക്സ്പീരിയൻസസ് ഞാൻ പറയാം. പക്ഷെ എന്റെ കെട്ടിയ മോശമായിട്ടല്ല, നമുക്ക് ചോദിക്കാനും പറഞ്ഞ ആളുണ്ടാകത്തില്ല. നമുക്ക് ആരുടെ പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല. പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഒന്നുകൂടി സപ്പോർട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? ചേച്ചി ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറെ വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരും ഇല്ലാതാനും. അപ്പൊ ചേച്ചിക്ക് തന്നെ മാറണം, സ്വയമായിട്ട് ചെയ്യുന്ന ആ സമയത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ?
പൊട്ടിക്കരഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പൊ കാല് തൊട്ട് കരഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ, കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ടൈമിലൊക്കെ ചേച്ചി മനസ്സൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും? കൂളാവാൻ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഒതുക്കും. അങ്ങനെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഇല്ല, ഞാൻ അതിനെ ഉൾക്കൊള്ളും. എന്താണേലും ഉള്ളിൽ വെച്ചിട്ട് പോട്ടെ പോട്ടെ പോട്ടെ, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പോട്ടെ പോട്ടെ സാരമില്ല അങ്ങനെ ഒരാളോട് പറഞ്ഞിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഞാൻ എന്നെ തന്നെ പോട്ടെ 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 പോട്ടെ. നമ്മുടെ ആങ്ങൾ എന്ത് പറയണു? നമ്മുടെ ആങ്ങളുടെ കോമഡി ഉണ്ടായിരുന്നല്ലോ, കോമഡി അല്ല അത് ഇപ്പോഴും ആലോചിക്കുമ്പോ ഒരു ചെറിയൊരു സ്മൈൽ വരും. ആദ്യം കാണുന്നത് ഭയങ്കര ചിരിയായിരുന്നു. അതായത് ഞാൻ അച്ഛനോ അച്ഛൻ എന്റെ ആങ്ങളാ. അതെന്നാന്നറിയാവോ, ഞാൻ ഈ അച്ഛനെ പറ്റിയൊക്കെ ഈ ടി വിയിലൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന്റെ അമ്മ മരിച്ചു. അപ്പൊ നമ്മൾ അച്ഛന്റെ അമ്മേനെ കാണാൻ ഇവരെന്നെ വിളിച്ചും പറഞ്ഞ് ആങ്ങളെ വിളിച്ച് റെഡി, എത്ര വന്നാലും നമ്മൾ പോയി കാണണം, നീ വന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കെട്ടിയവൻ പറഞ്ഞു പോണോ, പണി കിട്ടുവോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പോയി വിളിച്ചാൽ നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം നിൽക്കുക. അപ്പോൾ കുറച്ച് അച്ഛൻ്റെ ആൾക്കാരും സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് നീ ഒരു കാര്യം ചിന്തിച്ചോ, വയനാട് ചുരം കയറി അവിടെ വന്നു പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് സങ്കടം, കണ്ണൊക്കെ നിറഞ്ഞെൻ്റെ, എനിക്ക് എന്ത് പറയണം, മരിച്ച വീടല്ല, നമുക്കൊന്നും പറയാൻ ചങ്കൂട്ട് നിൽക്കുമല്ലേ. അപ്പോൾ ആങ്ങളെ കൂടെ നടുക്കേറിയുന്നു. അപ്പോൾ നമുക്കൊരാശ്വാസം, കൂടപ്പുറപ്പല്ലേടാ, ഇപ്പം നിന്റെ പെങ്ങളപ്പുറം നീ ഒന്ന് പ്രതികരിക്കുമല്ലോ. അപ്പം ആ സെറ്റപ്പാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചത്. ഇവൻ ആ സെൻറ്ററോട്ട് കയറി വെച്ചും പറയാ, വയനാട് ചുരം കയറി മൈസൂർ ടൂർ പോകുന്നതിന് കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിലോട്ട് വരായിരുന്നു. അപ്പോഴേത് അത് പൊളിച്ചു, സംഭവം നൈസായിരുന്നു. അത് ആദ്യം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ വാട്ടാനാണോന്ന് ഓർത്ത് ആദ്യം അങ്ങനെ അല്ലേ. പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ എന്ത് പറയണു? അവരുടെ സപ്പോർട്ട് ഭയങ്കര സ്നേഹമായിരിക്കും ഓഫ് കോഴ്സ്, എന്നാലും ഇപ്പോഴത്തെ സപ്പോർട്ടും കാര്യങ്ങളും സ്നേഹം കാണുമ്പോൾ വിശേഷം എന്താ അവരെ പറയാം? നാട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എനിക്ക്. പിന്നെ എല്ലാരെയും പോലെ ഓടി സെൽഫി എടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ എന്താന്ന് വെച്ചാൽ അവർ കാണുന്നല്ലേ ഞാൻ എന്താണ് എങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ ഒന്നുമില്ലായ്മയെന്ന് ഞാൻ ഇവിടം വരെ എത്തിയില്ലേ. പിന്നെ ചേട്ടാടെ അച്ഛനാണ് അമ്മ, ആ ഫാമിലി, ചേട്ടാടെ വീട്ടുകാരല്ലാതെ ചേട്ടാടെ ഫാമിലി മെമ്പേഴ്സ്, അപ്പച്ചിയുടെ മക്കള്, 3 അപ്പച്ചിമാരുണ്ട്, അവരുടെ മക്കള്, കൊച്ചുമക്കള്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാട്ടോ എനിക്ക്, ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ട് സ്നേഹം കൊണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ നിന്ന് പോയത് തന്നെ. ഇപ്പൊ ഈ കുറച്ച് മുമ്പ് ചേച്ചിയുടെ ഹെയറിനെ ചൊല്ലിയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇഷ്യൂസ് അല്ല, ഒരു നെഗറ്റീവ് കമന്റ്സ് പോലെ. ചേച്ചി അത് ഭയങ്കര വിഷമമായോ? കാരണം അതിന്റെ ഒരു കമന്റ് വന്നപ്പോ ചേച്ചി അതിന് റിപ്ലൈ ആയിട്ട് അങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ ഞാൻ ആ വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, നെഗറ്റീവ് സമയത്ത് ഒബ്വിയസ്ലി വരുമല്ലോ, അത് നമുക്ക് അതിന് റിപ്ലൈ കൊണ്ടുപോയി ഞാൻ അതിനേ സമയം ഉണ്ടാവുള്ളൂ. ചേച്ചി അത് നിൽക്കുമ്പോൾ എങ്ങനെയാ പ്രേക്ഷകരായിട്ടുള്ള ചേച്ചി ഭയങ്കര കണക്ഷൻ ഉണ്ടെന്ന്? എന്റെ പ്രേക്ഷകരോട് ഞാൻ ഭയങ്കര കണക്ട് ആണ്. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്, പ്രത്യേകിച്ച് എന്നെ ഫോളോ ചെയ്യുന്നവരോട്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരോട് എനിക്ക് ഭയങ്കര കൂറുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പറയാനുള്ള കാരണം റീച്ച് അല്ലടാ, അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയല്ലേ, ഒരു നാട്ടിൻപുറത്തുകാരിയല്ലേ. അവരെന്നെ ഇഷ്ടപ്പെട്ടത് എന്താണ്? എൻ്റെ ആ നിഷ്കളങ്കമായ സംസാരം, എൻ്റെ ആ നാച്ചുറാലിറ്റി, അതൊക്കെയാണ് അവർക്ക് എന്നെ കൂടുതൽ ഇഷ്ടമായത്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഈ മുടി ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കറിയായിരുന്നു പകുതി പേര് പറയും എന്ന് എനിക്ക് 100% അറിയായിരുന്നു. ഞാൻ കാർത്തിസോടെ കല്യാണത്തിന് പോയതാ. അവിടെ എല്ലാ ആർട്ടിസ്റ്റുകളും വമ്പൻ സെറ്റപ്പിലാണ് വരുന്നത്. ഞാനും സെറ്റപ്പായിരുന്നു, എൻ്റെ ഇതിൽ ഞാനും സെറ്റപ്പായിരുന്നു. പക്ഷെ മുടി ഇങ്ങനെ ഇല്ല, എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ കുറച്ചിങ്ങനെ കെട്ടി എണ്ണയൊക്കെ വെച്ച് കുളിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ കെട്ടി വെച്ച് ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പൊ ആ ഒരു വൃത്തികേടായിട്ട് ആ ബ്യൂട്ടി പാർലർ ആ കൊച്ചിന് ഫീൽ ചെയ്ത്. എൻ്റെ സബ്സ്ക്രൈബറാണ് പുള്ളി, ഫോളോവറാണ്, എന്നെ സ്നേഹിക്കുന്ന ഒരു കൊച്ചാണ്, വിദ്യ എന്നാണ് പേര്, പത്തനംതിട്ട. അപ്പൊ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി ഞാനിങ്ങനെ മുടി ശരിയാക്കി തരാം, 1 രൂപ പോലും ചേച്ചി തരണ്ട, ചേച്ചിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചി ഇച്ചിരിയൊക്കെ സെറ്റപ്പായിട്ട് നടക്കാം, അതിനുള്ള ആളായി. പക്ഷെ എനിക്ക് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ 10 പേര് അറിയുന്ന ഒരാളാണ്, ഞാനോ വലിയ ആളാണ്, ഞാൻ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറില്ല. ഞാൻ ഇപ്പോഴും സാധാ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടായി എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ചെയ്യടി, ഇതിപ്പോ പൈസ ഒന്നും കൊടുത്തിട്ടല്ലല്ലോ, നീ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എന്നോടുള്ള സ്നേഹം കൂടുതലുണ്ടാകും. ഞാൻ പെട്ടെന്ന് മാറിയപ്പോൾ ആ ഒരു ചേഞ്ച് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അവർ ആ നെഗറ്റീവ് ഇട്ടത്. അപ്പൊ ഞാനത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ മറുപടി കൊടുത്തതാ, ഇന്ന പോലെ ഇതുകൊണ്ടാണ് മുടി ചെയ്തത്, എൻ്റെ ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ ക്ഷമിക്കണം. അതൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചേച്ചി ഇങ്ങനെ കമന്റ്സ് വന്നതിലെ കുറച്ച് വിഷമം തോന്നിയ ഏതെങ്കിലും കമന്റ് ഓർമ്മയുണ്ടോ വായിച്ചയില്? അങ്ങനെ തോന്നിയ കമന്റ്, വിഷമം തോന്നിയ കമന്റ്സ് വന്നിട്ടുണ്ട് ഒത്തിരി. ഏതെങ്കിലും പെട്ടെന്ന് മനസ്സിൽ വിഷമം തോന്നിയ ഒരു കമന്റ്? എൻ്റെ മക്കളെ കാണിച്ച് കാശുണ്ടാക്കുവാന്നൊരു
കാരണം എൻ്റെ മക്കളെ കാണിച്ചിട്ട് അവള് കാശുണ്ടാക്കുവാണ്, നാണമില്ലേ നിനക്ക് ഇങ്ങനെ മക്കളെ കാണിച്ച് തെണ്ടി ജീവിക്കാൻ എന്നൊക്കെ ചോദിച്ച് കമന്റ് വന്നു. അതിന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഫീലാണ്. എന്നാന്ന് വെച്ചാൽ അത് അന്നും എനിക്ക് ഫീലാണ്, ഇന്നത് പറയുമ്പോഴും എനിക്ക് ഫീലാണ്. വേറെ സംഭവം ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. കാരണം നമുക്ക് നമ്മളിലേക്ക് ബോധിപ്പിച്ചാൽ മതി. എല്ലാവരും സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ജീവിക്കുന്നേ. നമുക്ക് നമ്മളോട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്ത് പറഞ്ഞാലും ഒരു വിഷയമില്ല, കാരണം നമുക്ക് നമ്മളറിയാം. പക്ഷെ വേറെ സ്ഥലത്ത് അങ്ങനെ വരും. എനിക്ക് ചിലരൊക്കെ ഉണ്ട് എന്ത് വന്നാലും പുല്ല് പോട്ടെന്ന് വെക്കുന്നത്. പക്ഷെ ഞാൻ എന്തോ സാധാ മൈൻഡുള്ള ഒരാളായതുകൊണ്ടായിരിക്കും എനിക്കൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കത് പറയണം. ചിലത് മൈൻഡ് ചെയ്യാനൊക്കെ പോവും. എന്ത് അനാവശ്യം പറഞ്ഞ് എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. എനിക്ക് എന്നെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ല എന്നത് എനിക്ക് പറഞ്ഞ് തെളിയിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കടന്ന് ഉറക്കം വരത്തില്ല. അങ്ങനെ ചെയ്തിരിക്കാൻ പറ്റില്ല. ബിക്കോസ് കാരണം അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഒരാളുടെ കമന്റ് പറയുന്നത് ഇല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്നതൊക്കെ അവരുടെ മനസ്സിനുള്ളിലെ സ്വഭാവമാണ് പുറത്തു വരുന്നത്. പക്ഷെ എന്റെ യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ എന്റെ മക്കളെ അധികം കാണിക്കത്തില്ല ഒരു വീഡിയോയില്. അധികം ഒരു വീഡിയോ അങ്ങനെ കാണിക്കാറില്ല. ജസ്റ്റ് പിള്ളേരെ കാണിക്കേണ്ട ഒരവസ്ഥ വരുന്ന വീഡിയോ മാത്രം ഞാനവിടെ കാണിക്കാറുള്ളൂ. പക്ഷെ ഇല്ലായ്മയില്ലേ ഇതാ, നമ്മളിപ്പോ ഒന്നുമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൊതിച്ച സമയമില്ലേ, അന്ന് പോലും ഞാൻ എന്റെ മക്കളെ അവരുടെ മുന്നിൽ കാണിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം തരാമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇനിയിപ്പൊ ചെയ്യോ? ചെയ്യൂല. അതെനിക്ക് ഭയങ്കര വിഷമമായി. ഇല്ല, ഇനിയിപ്പോ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിലും ഇല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ നെവർ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. എല്ലാവരും കമന്റ്സിൽ കൂടെ എന്നോട് പറയും. പക്ഷെ എനിക്കത് പറയണം, പറഞ്ഞില്ലേ ഭയങ്കര ചെയ്ത കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഫീൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം അറിഞ്ഞില്ലേ മോശം നമ്മൾ ചെയ്ത കാര്യമാണല്ലോ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ആഹാരം പറഞ്ഞപ്പോഴാ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ സംസാരിച്ചപ്പോ കപ്പ ബിരിയാണി അല്ല കുഴിമന്തി ആയിരുന്നല്ലോ. മാറിയോ? ഇല്ല, ഇനി രണ്ടും സെയിം അവർ രണ്ട് തുല്യ അളവ് നിൽക്കും. ഓക്കെ, അപ്പൊ ചേച്ചി ആദ്യം കുഴിമന്തി ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുഴിമന്തിയിലേക്കുള്ള യാത്ര, കുഴിമന്തിയോടെ യാത്ര ഷോർട്ട് ആയിട്ടാണെങ്കിൽ എങ്ങനെയാ? കുഴിമന്തിയോടെ യാത്ര എന്ന് പറഞ്ഞാൽ ശ്രീത്ത, അതാരാ? നമ്മുടെ ബമ്പർച്ചിരിയിലെ വെടിവെച്ചാങ്കോൽ വിലാസിനി എന്ന് പറഞ്ഞ ശ്രീ, അവനാണ് എന്നെ ഇതിലോട്ട് മന്തി കഴിപ്പിച്ചത്. അവൻ വിളിച്ച് ഒരുപാട് മന്തി മേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തിന്നു, ഞാൻ കഴിക്കൂലടാ, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ നിർബന്ധിച്ച് തന്നു. ഇപ്പൊ ഇഷ്ടമില്ലായത് അവൻ എന്നെ നിർബന്ധിക്കും, വാടി ഞാൻ ഇപ്പൊ അവനെ നിർബന്ധിക്കും, വാടാ. ഓക്കെ, ഇനിയിപ്പോ ചേച്ചി നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ഒരു ക്വസ്റ്റൻ ആയിട്ട് ചേച്ചി ഇന്ന ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പോവാം അങ്ങനെ ഐഡിയാസ് കാണാനൊക്കെ ഉണ്ടാവുമല്ലോ, അതോ അല്ലെങ്കിൽ ഫിലിം എന്തെങ്കിലും വിശേഷം? ഫിലിം ഒരു തെക്കിനി എന്ന് പറഞ്ഞ പടം ബാലിസാറിന് തന്നെ ഒരെണ്ണം ഉണ്ട്, അത് തുടങ്ങിയിട്ടില്ല, ചെയ്യാൻ നിൽക്കുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ എല്ലാരെയും പോലെ വലിയ ആഗ്രഹങ്ങളല്ല, എൻ്റെ മക്കൾക്കൊരു വീട് സെറ്റാക്കണം. സെറ്റായില്ലേ ഇപ്പോ? സെറ്റെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫിലോക്കലി ഫൗണ്ടേഷനാണ് എനിക്ക് വില വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജിജി മാഡം അവരുടെ ഹസ്ബൻഡും വൈഫുമാണ്. അപ്പോൾ മാഡം വിളിച്ചിട്ട് പറഞ്ഞു, സുധിമോക്ക് ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പൈസ ഒന്നുമില്ല എങ്കിലും നമ്മൾ കളക്ട് ചെയ്തിട്ട് സുധിമോക്കെ പെര വെച്ച് തരാമെന്ന് വാക്ക് പറഞ്ഞ് സെറ്റപ്പിലൊക്കെ പോകുന്നു. അത് പെര വെച്ച് തരാമെന്ന് പറഞ്ഞു. എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ഡ്രസ്സ്, ഭക്ഷണം. ഇപ്പൊ മുന്നോട്ട് അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടെങ്കിലും അവിടെ എന്നെപ്പോലെ നരകിക്കാതെ നന്നായിട്ട് സെറ്റപ്പായിട്ട് ജീവിക്കണം. എൻ്റെ മക്കളാണ് എൻ്റെ വലുത്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കണം. എന്റെ ഹാർട്ടും എല്ലാം ഞാൻ മൊത്തത്തിൽ എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കും. ചേച്ചി ഇപ്പൊ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി, അതായത് കുറെ വിഷമത്തിലൂടെ നടക്കുന്ന ആൾക്കാർ ഇപ്പൊ ഉണ്ടാവും, ജീവിതം കഴിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ലൈഫ് അവസാനിച്ചു ഇനി ഒന്നും ഇല്ല എന്ന് പറയുന്ന കുറെ മൊമെന്റ്സ് ഇപ്പൊ കടന്നു പോയിണ്ടാവും. ഒരു വീഡിയോസിൽ ക്ലിക്ക് ചെയ്തപ്പോ ഇവിടെ കാണുമായിരിക്കാം, ഷോർട്സ് ഒക്കെ ആയിട്ട്. അവരോട് ചേച്ചി എന്താണ് പറയാനുള്ളത്? ചേച്ചിക്ക് അവർ ലൈഫിൽ വന്നാണല്ലോ, ഉയരത്തിലേക്ക് വന്നു. സോ അവരുടെ മനസ്സിനോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത് വേറെ ഒത്തിരി ഒന്നുമില്ല. നമ്മൾക്ക് ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് 8ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ജീവൻ തീർന്നു എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് വേണം അവർ സ്റ്റാർട്ട് ചെയ്യാൻ ജീവിതം. നമ്മളെ ആരും ഒന്നുമല്ല, നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ഇവളൊക്കെ എന്ത് മാറ് പോ എന്നുള്ള രീതിയുണ്ട്. അവിടെ നമ്മൾ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ നടക്കും. എൻ്റെ ഒരു നമുക്കൊരു ലക്ഷ്യം വേണം ജീവിതത്തിൽ. ഇന്ന സ്ഥലത്ത് എത്തണം. ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല. അപ്പൊ നമുക്ക് ലക്ഷ്യം വേണം. ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്തും. അതിനുവേണ്ടി പ്രയത്നിക്കണം. അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും ചേച്ചിയുടെ വീഡിയോസ് ഇൻട്രോ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നൊക്കെ. ചാൻസ് ഇല്ല, കാരണം കുറച്ച് പ്ലാനിങ്സ് ഡൈവേർട്ട് ചെയ്യാൻ ടൈമാണ്. ചേച്ചിക്ക് അറിയാലോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അവിടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കോൾ വരുന്നത്. അതും ഇങ്ങനത്തെ ചാനലാണ്. സോ ഭയങ്കര സന്തോഷം ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിൽ.
എനിക്ക് തോന്നുന്നു ഇത്രയും സമയം പോയത് എനിക്ക് അറിഞ്ഞില്ല സീരിയസ്ലി. സോ താങ്ക് യു സോ നീ മച്ച്. ഇനി ഇവിടെ ഇരുന്ന് നിന്നെ ഞാൻ ചവച്ച് തിന്നേനെ. അപ്പൊ ഈ എനർജിയോടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ലൈഫ് മുമ്പോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും വണക്കം. വണക്കം.